ഹായ് ഗൈസ്, ദേ അങ്ങ് ദൂരെ ഒരു നല്ല പാർട്ടി കാണാൻ പറ്റും. പലതരം ജ്യൂസുകൾ, കഴിക്കാൻ അപ്പം, ചോറ്, ബിരിയാണി, മീന്, കോഴി, ഇതേ എല്ലാം ഉണ്ട്. വെജ് നോൺ വെജ് ഐറ്റംസ് എല്ലാം ഉണ്ട്. അടിപൊളി ഒരു പാർട്ടി. കഴിച്ചോളൂ കഴിച്ചോളൂ. പാർട്ടി നടക്കുമ്പോൾ ദേ ഒരാൾ പേടിച്ച് വിറച്ച് മാറി നിൽക്കണ കാണാൻ പറ്റുന്നുണ്ടല്ലോ. നമ്മുടെ കെവിനല്ലേ. കെവിൻ പണ്ടേ അങ്ങനെയാണ്. എപ്പം മറ്റുള്ളവരോട് സംസാരിക്കാനൊരു അവസരം കിട്ടിക്കഴിഞ്ഞാലും ഇത് തന്നെ ആവും. പണ്ട് മുതലേ പേടിയും ഭയങ്കര വിഷമവും. അതുകൊണ്ട് കെവിന് ജീവിതത്തിൽ ഒരുപാട് നല്ല അവസരങ്ങൾ വന്നിട്ടുണ്ട് സോഷ്യൽ ആവാനുള്ള. പക്ഷേ അതിലെല്ലാം കെവിന് ഇതേ അവസ്ഥയാണ്. അതുകൊണ്ട് തന്നെ കെവിന് പല അവസരങ്ങളും ബന്ധങ്ങളും നഷ്ടമായിട്ടുണ്ട്. കെവിൻ്റെ ഈ പ്രശ്നത്തിൻ്റെ പേരാണ് സോഷ്യൽ ആങ്സൈറ്റി ഡിസോർഡർ. ഇതിനെ സോഷ്യൽ ഫോബിയ എന്നും പറയാറുണ്ട്. ഇനി നമ്മൾക്ക് സോഷ്യൽ ആങ്സൈറ്റി ഡിസോർഡറിൻ്റെ ലക്ഷണങ്ങൾ നോക്കാം. ഒന്നാമത്തെ ലക്ഷണം എന്ന് പറയുന്നത് 4 ആൾ കൂടുന്ന സാഹചര്യങ്ങളുണ്ടാവുക. അതായത് സോഷ്യൽ സിറ്റുവേഷൻസ്, എന്തെങ്കിലും പാർട്ടികളോ പൊതുയോഗങ്ങളോ അല്ലെങ്കിൽ പുതിയ ആളുകളെ പരിചയപ്പെടേണ്ട അവസരങ്ങൾ, ഇതെല്ലാം വരുമ്പോൾ സോഷ്യൽ സിറ്റുവേഷൻസിനോടുള്ള പേടി, അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയൊരു ലക്ഷണം എന്ന് പറയുന്നത്. പിന്നെ ഒരു ലക്ഷണം എന്ന് പറയുന്നത് ആരെങ്കിലും മോശമായിട്ട് നമ്മളെ വിലയിരുത്തുമോ എന്നുള്ള ടെൻഷൻ. അതായത് നമ്മുടെ ലുക്ക് വെച്ചോ നമ്മളുടെ എന്തെങ്കിലും പെർഫോമൻസ്, അതായത് മാർക്ക്, അങ്ങനത്തെ കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇല്ലെങ്കിൽ വേറെ എന്തെങ്കിലും നമ്മുടെ സാഹചര്യങ്ങൾ ഓർത്ത് നമ്മളെ നെഗറ്റീവായിട്ട് വിലയിരുത്തുമോ, നമ്മളൊരു ചർച്ചാ വിഷയമാകും. ഇങ്ങനെയുള്ള ചിന്തകളും പേടിയും സോഷ്യൽ ആങ്സൈറ്റി ഡിസോർഡറിൻ്റെ മറ്റൊരു ലക്ഷണമാണ്. അങ്ങനെ അതുവഴി പബ്ലിക്കലി നാണം കെടേണ്ട അവസ്ഥ വരുമോ, അത് ഓർത്തിട്ടെന്നുള്ള ടെൻഷൻ. അടുത്തത് എന്ന് പറയുന്നത് സോഷ്യൽ സിറ്റുവേഷൻസ് പരമാവധി ഒഴിവാക്കുക. അപ്പോൾ ഇങ്ങനെയുള്ള പ്രശ്നങ്ങളുള്ളതുകൊണ്ട് ഒരു പാർട്ടിക്ക് പോകാൻ പറഞ്ഞാൽ പോകത്തില്ല, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു സോഷ്യൽ സിറ്റുവേഷൻസ് വന്നു കഴിഞ്ഞാൽ അതിൽ ഒരുപാട് നല്ല കാര്യങ്ങൾ നടക്കാനുണ്ടാവും, പക്ഷേ അതങ്ങ് ഒഴിവാക്കുക ചെയ്യണം. അങ്ങനെ ഒഴിവാക്കാൻ ഇനി പറ്റിയില്ലെങ്കിൽ നല്ല ടെൻഷനും നല്ല പേടിയും സഹിച്ചുകൊണ്ട് ആ സോഷ്യൽ സിറ്റുവേഷൻസ് ഫേസ് ചെയ്യും. അതാണ് മറ്റൊരു ലക്ഷണം. പിന്നെ ഉള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സോഷ്യൽ സിറ്റുവേഷൻസ് സാധാരണ എല്ലാവർക്കും ഇച്ചിരി പേടിയും ടെൻഷനും ഉള്ളൊരു കാര്യം. നമുക്കെല്ലാവർക്കും സോഷ്യൽ സിറ്റുവേഷൻ എന്ന് പറഞ്ഞാൽ അത്ര എല്ലാവർക്കും അത് കൂളാവണമെന്നില്ല, ചെറിയൊരു ടെൻഷൻ ഉണ്ടാവും. പക്ഷേ ഇതിനകത്ത് ഒരുപാട്, അതായത് സാധാരണ അളവിനേക്കാളും കൂടുതൽ പേടിയും ടെൻഷനും കാണും. ഇപ്പോൾ പ്രസംഗിക്കാനൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നല്ല ടെൻഷൻ ഉണ്ടാവും. പക്ഷേ സോഷ്യൽ ആങ്സൈറ്റി ഡിസോർഡർ ഉള്ള ആളാണെങ്കിൽ സാധാരണ അളവിനേക്കാൾ, സാധാരണക്കാർക്കുള്ളതിനേക്കാൾ കൂടുതലായിരിക്കും ആ പേടിയും ടെൻഷനും എന്ന് പറയുന്നത്. ഇനി ഈ പറയണ പേടിയും ഈ ടെൻഷനും, സോഷ്യൽ സിറ്റുവേഷൻസിനെ കുറിച്ച് ഉള്ള പേടിയും ടെൻഷനും 6 മാസമെങ്കിലും ഇങ്ങനത്തെ ലക്ഷണങ്ങൾ കാണിക്കണം. അല്ലാണ്ട് ജീവിതത്തിൽ 1-2 തവണ മാത്രം ഇത് കാണിക്കണമെങ്കിൽ അതൊരു സോഷ്യൽ ആങ്സൈറ്റി ഡിസോർഡറായിട്ട് കണക്കാക്കാൻ പറ്റില്ല. പിന്നെ ഇത് ലഹരിയോ മറ്റ് മരുന്നുകളോ കാരണമായിരിക്കരുത്. ഇപ്പോൾ എന്തെങ്കിലും ലഹരി പദാർത്ഥങ്ങളോ ഇല്ലെങ്കിൽ മറ്റ് മരുന്നുകളോ കാരണം ഉണ്ടാകുന്ന പേടി ടെൻഷൻ ആണെങ്കിൽ അത് സോഷ്യൽ ആങ്സൈറ്റി ഡിസോർഡറായിട്ട് കണക്കാക്കാൻ പറ്റില്ല. അതുപോലെ എന്തെങ്കിലും മറ്റ് അസുഖങ്ങൾ കാരണം ഈ പേടിയും ടെൻഷനും വരുന്നതെങ്കിൽ അതും സോഷ്യൽ ആങ്സൈറ്റി ഡിസോർഡറിൽ പിന്നെ കൂട്ടാറില്ല. അപ്പോൾ ഇതൊന്നും കാരണമാവാണ്ട് വരുന്ന പേടിയും ടെൻഷനും സോഷ്യൽ സിറ്റുവേഷൻസിൽ വരുന്നതാണെങ്കിൽ മാത്രമാണത് സോഷ്യൽ ആങ്സൈറ്റി ഡിസോർഡറായിട്ട് കണക്കാക്കാറുള്ളത്. ഇനി നമ്മൾക്ക് സോഷ്യൽ ആങ്സൈറ്റി ഡിസോർഡറിൻ്റെ ചില കാരണങ്ങൾ നോക്കാം. അതിലൊന്ന് എന്ന് പറയുന്നത് പണ്ട് സോഷ്യൽ സിറ്റുവേഷൻസിൽ എന്തെങ്കിലും മോശം അനുഭവം ഉണ്ടായിട്ടുണ്ടാകും. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ലുക്ക് വെച്ചിട്ട് നീ അങ്ങ് ആകെ കറുത്തു പോയല്ലോടി, അല്ലെങ്കിൽ നീ നല്ല വണ്ണം വെച്ചല്ലോ, അങ്ങനെ എന്തെങ്കിലും ബോഡി ഷെയ്മിങ്ങും ഒക്കെ ഉണ്ടെങ്കിൽ അതൊരു നെഗറ്റീവ് സോഷ്യൽ എക്സ്പീരിയൻസ് ആയി. പിന്നെ അവർ മറ്റു സോഷ്യൽ എക്സ്പീരിയൻസിലോട്ട്, മറ്റിപ്പോൾ ഒരു പാർട്ടിക്ക് വിളിച്ചാലോ വേറെ എന്തെങ്കിലും ഒരു പരിപാടിക്ക് വിളിച്ചു കഴിഞ്ഞാൽ വരത്തില്ല, അല്ലെങ്കിൽ വരാൻ മടിക്കും. അപ്പോൾ അത് ഒരു കാരണമാവാറുണ്ട്. പിന്നെ അതുപോലെ എന്തെങ്കിലും കമ്പാരിസൺ, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ അയ്യേ ഇത്ര മാർക്കേ ഉള്ളോ, എന്തുകൊണ്ടാണ് ജോലി കിട്ടാത്തത്, കല്യാണം എന്താ ആവാത്തത്, ഇങ്ങനെയൊക്കെ പറഞ്ഞ ഓരോരോ കമ്പാരിസൺസ് ഉണ്ട് മറ്റുള്ളവരെ വെച്ച്. അതും ഒരു നെഗറ്റീവ് സോഷ്യൽ എക്സ്പീരിയൻസ്. അപ്പോൾ അത് കാരണം പിന്നെ നമ്മൾ മറ്റുള്ള സോഷ്യൽ സിറ്റുവേഷൻസിൽ നമ്മൾ വരാറില്ല. പിന്നെ മറ്റൊരു കാരണം എന്ന് പറഞ്ഞാൽ അങ്ങനെ മോശം വിലയിരുത്തലിനോടുള്ള ഒരു പേടി. അപ്പോൾ പാസ്റ്റിൽ ഒരു നെഗറ്റീവ് എക്സ്പീരിയൻസ് ഉണ്ടാവാം, 1-2 ഇല്ല അതിൽ കൂടുതലോ നെഗറ്റീവ് എക്സ്പീരിയൻസ് ഉള്ളതുകൊണ്ട് വരുന്നില്ല. പിന്നെ അതുപോലെ അതുവഴി നെഗറ്റീവായിട്ടുള്ള എക്സ്പീരിയൻസിനോടുള്ള പേടി, അതായത് മോശമായിട്ട് വിലയിരുത്തുമോ എന്നോർത്തുള്ള പേടി. പിന്നെ മറ്റൊരെണ്ണം എന്ന് പറഞ്ഞാൽ അപകടം ഒഴിവാക്കാനുള്ള ശ്രമം. അതായത് ഇങ്ങനെ നെഗറ്റീവ് എക്സ്പീരിയൻസ് ഒക്കെ വരുമ്പോൾ ഇല്ലെങ്കിൽ എവിടെന്നെങ്കിലും അറിയുമ്പോൾ പിന്നെ സോഷ്യൽ സിറ്റുവേഷൻസ് ഒരു അപകടകരമായ ഒരു സിറ്റുവേഷൻ ആണെന്ന് തോന്നി അത് ഒഴിവാക്കാനായിട്ടുള്ള ശ്രമം. പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചില കോഗ്നിറ്റീവ് ഡിസ്റ്റോർഷൻസ് പറഞ്ഞു. കോഗ്നിറ്റീവ് ഡിസ്റ്റോർഷൻസ് എന്താണെന്ന് അറിയണമെങ്കിൽ എൻ്റെ ചാനലിൽ പഴയ ഒരു വീഡിയോ ഉണ്ട് കോഗ്നിറ്റീവ് ഡിസ്റ്റോർഷൻസിനെ കുറിച്ച്. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടേക്കാം. അപ്പോൾ തെറ്റായ ചിന്താരീതികൾ, അതാണ് കോഗ്നിറ്റീവ് ഡിസ്റ്റോർഷൻസ്. അപ്പോൾ കോഗ്നിറ്റീവ് ഡിസ്റ്റോർഷൻസ് ചില തെറ്റായ ചിന്താരീതികൾ കാരണം നമ്മൾ സോഷ്യൽ സിറ്റുവേഷൻസിനോട് നമുക്ക് അമിതമായ പേടിയും ടെൻഷനും ഒഴിവാക്കലും ഒക്കെ വരാറുണ്ട്. അപ്പോൾ അതും ഒരു കാരണമാവാറുണ്ട്. പിന്നെ പേഴ്സണാലിറ്റി, നമ്മളുടെ എല്ലാം പേഴ്സണാലിറ്റി ഡിഫറൻറ്റ്.
അപ്പോൾ അതിലെ ചില ഘടകങ്ങളുണ്ട്, അത് സോഷ്യൽ ആങ്സൈറ്റി ഡിസോർഡറിന് കാരണമാവാം. അതായത് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ 2 പേര് ഒരു പാർട്ടിയിൽ പങ്കെടുക്കും. അപ്പോൾ അവർ ആ പാർട്ടിയിലുള്ളപ്പോൾ 2 പേരും 2 രീതിയിലാണ് അവരുടെ എക്സ്പീരിയൻസ്. ഒരേ സിറ്റുവേഷൻ പക്ഷേ 2 എക്സ്പീരിയൻസ് ആയിരിക്കും. ഒരാൾ ചിലപ്പോൾ അതിൻ്റെ ഇന്ന് കുറേ പുതിയ ആളുകളെ പരിചയപ്പെടാമല്ലോ, ഇന്ന് നല്ല ഫുഡൊക്കെ കഴിക്കാമല്ലോ, ഒത്തിരി നല്ല നല്ല മെമ്മറീസ് വരൂല, അങ്ങനെ ആയിരിക്കും അവർ ഒരാൾ ചിന്തിക്കണം. മറ്റേ ആൾ ചിന്തിക്കുന്നത് അയ്യോ എന്നെക്കുറിച്ച് എന്തെങ്കിലും പറയുമോ, എല്ലാവരും എന്നെയാണല്ലോ നോക്കുന്നത്. അപ്പോൾ ആ പേഴ്സണാലിറ്റിയിൽ ചില അടിസ്ഥാന ഘടകങ്ങൾ അവരുടെ വ്യത്യസ്തമായിരിക്കും. അപ്പോൾ അത് സോഷ്യൽ ആങ്സൈറ്റി ഡിസോർഡറിന് കാരണമാവാറ്. അത് അവരുടെ കുട്ടിക്കാലത്തെ അനുഭവങ്ങളും വളർന്നു വന്ന രീതിയും സ്കൂളിലെ അനുഭവം എല്ലാം ഒരു കാരണമാവാം.